ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ഓൺലൈൻ പെറ്റീഷനിൽ ഇന്നലെ സൈൻ ചെയ്ത ആളുകൾക്ക്. ഒരുപാട് പേര് 10,000 ആയി നിൽക്കുകയാണ് നമ്മുടെ പെറ്റീഷൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇനിയും നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് ആ ഒരു സംഖ്യ നമുക്ക് എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ഉയർത്താൻ കഴിയും. എത്രമാത്രം ആളുകൾ സൈൻ ചെയ്യണോ അതനുസരിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കംപ്ലൈന്റിന് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്കറിയാം ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സമയമെടുത്ത്, പക്ഷെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കണം. നമ്മുടെ വീട്ടിലെ ഒരു സഹോദരിയും 2 കുഞ്ഞു മക്കളുമാണ് നമ്മളെ വിട്ടുപോയത് അല്ലെ. അവരെ അപ്പോ ഇതിലേക്ക് നയിച്ചത് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത്? കുറേ ദുരൂഹതകൾ പുറത്തു വരാനുണ്ട്. അപ്പൊ അതൊക്കെ പുറത്തു വരണമെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും ഇന്നും ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ ആ ലിങ്ക് ആഡ് ചെയ്യാം. മാക്സിമം സൈനുകൾ നമ്മുടെ പെറ്റീഷനിൽ വരണം. ഒരാളും അതിൽ ഒരു വീണ്ടും അയ്യോ ഞാൻ ചെയ്യണ്ട അങ്ങനെ വിചാരിച്ചിരിക്കരുത്. വളരെ ഈസി ആയി നിങ്ങളുടെ പേരും ഒരു ഇമെയിൽ അഡ്രസ്സും വെച്ച് നമുക്ക് സൈൻ ചെയ്യാവുന്ന ഒരു പെറ്റീഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും അത് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. നമുക്ക് എന്തൊരു ട്രാജഡി നമ്മുടെ നാട്ടിൽ സംഭവിക്കുമോ, കുറച്ച് ദിവസം മാധ്യമങ്ങളിൽ വരുന്നു, നമ്മളൊക്കെ വീഡിയോസ് ഇടുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ. പക്ഷെ എല്ലാത്തിലും നിന്ന് ഒരു പ്രത്യേകത എന്തുകൊണ്ടായിരിക്കും ഈ അമ്മയും ഈ 2 കുട്ടികളും ഒരു ഭയം പോലും ഇല്ലാതെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉള്ളിൽ നല്ല ഭയത്തോടു കൂടി തന്നെയായിരിക്കും അവർ ആ ട്രെയിനിന്റെ മുന്നിൽ, പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിൽ അവർ കെട്ടിപ്പിടിച്ച് നിന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത്? അവർ കരഞ്ഞിട്ടുണ്ടാകും അല്ലേ, അവർ പേടിച്ചിട്ടുണ്ടാകും. എന്നിട്ടും അവരത് ചെയ്തെങ്കിൽ അതിന് പിന്നിൽ കളിച്ച ആളുകൾ ആരാണ്? അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ? അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. മേക്ക് ഷുവർ ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിൽ എത്താൻ സഹായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീഡിയോ കുറെ ആളുകളിൽ എത്തണം, ആളുകൾ അറിയണം ഇതുപോലെയുള്ള കള്ളപ്പാതിരിമാര്. ഈ കള്ളപ്പാതിരിയെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്കുള്ള ഭീഷണികളും. നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് ത്രെട്ടനിങ് മെസ്സേജസ്, മിസ്ലീഡിങ് ഇൻഫർമേഷൻസ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ ഒന്നുകൊണ്ടും നമ്മൾ പുറകിലോട്ട് പോകുന്നില്ല. നമുക്കറിയണം എന്തുകൊണ്ടാണ് ഈ അമ്മയും മക്കളും ഇങ്ങനെ ചെയ്തത്. കുറേ ഇൻഫർമേഷൻസ്, കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. ചില കേൾക്കുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതുപോലെ അച്ഛന്മാര്, അച്ഛൻ വിളിക്കുന്നോണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മളതങ്ങനെ പറഞ്ഞു പഠിച്ചു പോയി, നമുക്ക് അങ്ങോരെ പോലെ ആകാൻ കഴിയത്തില്ലല്ലോ. നമ്മൾ കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുത്തുപോയി. ഈവൻ ഇയാളെ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ പോലും. അപ്പം കുറേ എന്താ പറയാ ന്യൂസുകള്, വീഡിയോസ്, പോസ്റ്റുകള് ഇപ്പോഴാണ് സത്യം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണേ. നിങ്ങളിൽ പല ആളുകളും മനസ്സിൽ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടായിരിക്കും ആ അമ്മ ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ അതിൽ തന്റെ പെൺമക്കളെയും കൂട്ടിയത്. നമുക്ക് ഏറ്റവും വിഷമം വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ, ആ കുട്ടികൾ നമ്മൾ എപ്പോഴും പറയും 10ഉം 11ഉം വയസ്സേ ഉള്ളൂ. അവര് ജസ്റ്റ് അവരുടെ ജീവിതത്തിലേക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കള് അല്ലേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ അമ്മ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? ആ അമ്മയ്ക്ക് ആ മക്കളെ ഇവിടെ ആക്കിയിട്ട് ആ അമ്മയ്ക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ആ അമ്മയോടാണല്ലോ എല്ലാവർക്കും എതിർപ്പും ദേഷ്യവും കേസും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ടും സ്വന്തം പെൺമക്കളെ ആ അമ്മ കൂടെ കൂട്ടിയെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണത്തില്ലേ? ഇനി ഈ ന്യൂസ് ഒന്ന് നിങ്ങൾ കേൾക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം കണ്ട ഒരു സുപ്രീം കോടതി അഭിഭാഷകയും കത്തോലിക്ക സഭാംഗവുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക. ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കുവാൻ കഴിയുന്നില്ല. മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ. സഹോദരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃവീട്ടിൽ നിന്ന് ഓടിപ്പോയത്. ദോഹയ്ക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലഹ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി. അയാളുടെ കാമകളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ പെണ്ണിനെ ജീവിക്കുവാൻ അനുവദിച്ചില്ല. ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളുമോന്തി സഹോദരന്റെ വാക്ക് കേട്ട് ഈ പാപം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി. അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം. കുപ്പായമോരി തന്റെ അസുഖം മാറ്റുവാൻ ഉള്ളതിന് പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു, ഒപ്പം 2 കുരുന്നുകളെയും. തൊടുപുഴക്കാരെ, സത്യം ജയിക്കണം. പ്രിയരെ, രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടുവാൻ അനുവദിക്കരുത്. ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. ഈ തീ അടങ്ങരുത്. പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരുത്തന് കേരള പോലീസ് കൊടുത്തത്? അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത്. പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു. എന്റെ കുടുംബത്തിലും വൈദികരുണ്ട്. പ്രശ്നം പരിഹരിക്കുവാൻ അവർ നോക്കിയേക്കാം. പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമായാണ്.
നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം. 1000 അമ്മപെങ്ങന്മാരുടെ നീതിക്കായുള്ള മറുപടിയായി മാറട്ടെ. ഇനിയൊരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും മാറാതിരിക്കട്ടെ. അവർക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ. 1000 അമ്മമാരുടെ, ഭാര്യമാരുടെ, സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അഡ്വക്കേറ്റ് ദീപ ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിവ. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ അമ്മ തനിച്ചു പോകാതെ തന്റെ പെൺമക്കളെ കൂടെ കൂട്ടിയത്? ഇതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണ്ടേ? ഇത്രയും അധികം വൃത്തികേട് ചെയ്ത് ഒരു മെന്റൽ ഹറാസ്മെന്റോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടാതെയോ ജോലി കിട്ടാതെയോ, അങ്ങനെ മാത്രമല്ല അവരെന്തുമാത്രം അനുഭവിച്ചെന്ന് ഇതുപോലെ ഓരോ ആളുകളും മുന്നോട്ട് വന്നു പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഞാൻ കണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ആദ്യം തൊട്ടേ ഉണ്ടായ ഒരു സംശയമാണ്, എന്തിനാണ് ഇവരിതിങ്ങനെ ചെയ്തത്? ആരെങ്കിലോടൊന്നും സംസാരിച്ചിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ടാണോ? ഈ സഹോദരിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അതിലും വലുത് അവരുടെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവനൊരു കള്ളപ്പാതിരി മാത്രമല്ല, ഇവനൊരു കോഴിപ്പാതിരി കൂടിയാണെന്ന്. അത്രയ്ക്കും വൃത്തികെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അല്ലാതെ ഒരു കാരണമില്ലാതെ ഒരു പെണ്ണിനെയും 2 പെൺകുട്ടികളെയും ഉപദ്രവിച്ചുകൊണ്ട് അവരെ ഒരു നിലയ്ക്കും ജീവിക്കാൻ അനുവദിക്കാതെ, അവരെ ഒരു ജോലിക്കും പോകാൻ സമ്മതിക്കാതെ, എപ്പെട്ട ജോലി കിട്ടിയാലും അത് മുടക്കി ഇപ്പൊ ആ പാവങ്ങളെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇവൻ വേറെ എന്തിന്റെ പേരിലായിരിക്കും? ഇവന്റെ ഈ സുക്കേട് തന്നെയായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ചില ആളുകൾ വന്ന് ഈ വെള്ളക്കുപ്പായിട്ട ഈ ചെകുത്താനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ മെസ്സേജുകളും കാര്യങ്ങളും എന്റെ വീഡിയോയുടെ താഴെ പൊങ്കാല ഇട്ട് അർപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എന്റെ വീഡിയോയുടെ താഴെ വന്ന് ഏതെങ്കിലും മക്കൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഫേക്ക് ഐ ഡി എന്ന് ഒന്ന് പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ പൂരിപ്പിച്ചോ, ഇല്ലാത്ത മക്കളായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കും. അല്ലാതെ ഒറിജിനൽ ഐ ഡിന്ന് വന്ന് ഏതൊരുത്തനും ഒരു പ്രൊഫൈൽ ഒക്കെ പിക്കൊക്കെ ഉണ്ടായിട്ട് വന്ന് ഇവിടെ വന്ന് വൃത്തികേട് എഴുതി വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് അലക്കും മക്കളെ. കാരണം അത്രയും സീരിയസ് ആയിട്ട് ഒരു സഹോദരിക്കും 2 മക്കൾക്കും പറ്റിയ ഇത്ര വിഷമം പിടിച്ച ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ ഇത്രയും വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അത്രയ്ക്കും സീരിയസ് ആയിട്ട് അത്രയ്ക്കും വിഷമത്തോടു കൂടി തന്നെ ഒരു സഹോദരിക്കും 2 കുഞ്ഞു മക്കൾക്കും പറ്റിയ അല്ലെങ്കിൽ അവരെ ഒരു ദുരനുഭവത്തിലേക്ക് തള്ളിവിട്ട ഒരു വൃത്തികെട്ടവനെ കുറിച്ച് നമ്മളിവിടെ വിമർശിച്ച് സംസാരിക്കും. അവനെതിരെ നമ്മൾ ശബ്ദമുയർത്തും. അപ്പോ ഇവിടെ വന്നുകൊണ്ട് അത് ഇങ്ങനെയാണ്, നിങ്ങളെ സഭയെ, ഇവിടെ ഒരു സഭേനും എടുത്തിട്ട് ആരും പറയുന്നില്ല. ഞാനും ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. ഓക്കെ, ഞാനും ആ വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളാ. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ മറ്റേ വെള്ള ഉടുപ്പിട്ടോണ്ട് ഞാൻ അച്ഛനാണെന്ന് പറയുകയും ഉള്ളില് പിശാചിന്റെ ആൾ രൂപമുള്ള ഒരു വ്യക്തിയല്ല. ഇത്രയും വൃത്തികേട് കാണിച്ച് വളരെ സുരക്ഷിതനായി കേറി കുത്തിരുന്ന് തിന്ന് കുടിച്ച് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ വിഷമമുള്ള ആളുകൾ സംസാരിക്കും. അപ്പൊ ഒരുപാട് ചൊറിയുന്നവര് മാറിയിരുന്നു മാന്ത. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് ശബ്ദിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇവന് പണി കിട്ടുവോളം, ഇവന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുവോളം നമ്മുടെ വീഡിയോകൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇത്ര ദേഷ്യത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത്രയും വിഷമമുള്ളത് കൊണ്ടാണ്. എനിക്കറിയാം ഇവരെ കുറിച്ചുള്ള വീഡിയോകൾ കാണുമ്പോൾ കരയാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. അങ്ങനെ കരയാതിരിക്കണമെങ്കിൽ ഈ കോഴിപ്പാതിരിയുടെ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം. ഇവനെ നമുക്ക് കോഴിപ്പാതിരി എന്ന് വിളിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത ആളാണെങ്കിൽ എന്തിനാണ് ഫേസ്ബുക്കൊക്കെ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് ഓടിയല്ലോ? എന്താ അതിനകത്ത് ഫോളോ മുത്തുച്ചിപ്പി, അത് ആളുകൾ കണ്ടൂലേ? ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം പോലും അങ്ങോർക്കില്ലല്ലോ. അപ്പൊ അങ്ങൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി ഇനി ഓരോ കാര്യങ്ങളായി ഡിലീറ്റ് അടിച്ച് ഓടും. അതിനൊരു സംശയം വേണ്ട. നമ്മളിതിൽ പുറകിലോട്ടല്ല, നമ്മൾ വളരെ ശക്തമായി ഓസ്ട്രേലിയയിൽ മലയാളീസും അതുപോലെ മാക്സിമം വീഡിയോസും മാക്സിമം നമ്മുടെ പെറ്റീഷനാണ് എല്ലാവരും ഓർക്കേണ്ടത്. ഓസ്ട്രേലിയയിൽ നിന്ന് പണി കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് കാണിക്കണം, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. എന്നാൽ മാത്രമേ ഇവനുള്ള 8ന്റെ പണിയല്ല 16ന്റെ പണി കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വളരെ വൈകാതെ തന്നെ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ പെറ്റീഷന്റെ തരാൻ പറ്റും.
അപ്പോൾ അതുമായി നമ്മൾ തിരിച്ചു വരും. അതുവരെയും എല്ലാവരോടും പറയാണ് വീണ്ടും മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. കമൻസുകൾ ഒരു ചെറിയ കമന്റ് ആയെങ്കിലും നമ്മുടെ വീഡിയോ അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. കുറേ ന്യൂസുകൾ, കുറേ മെസ്സേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. എനിക്ക് ഉറപ്പാണ് ഇതിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം സത്യം നമ്മുടെ ഭാഗത്താണ്. സത്യം ആ അമ്മയുടെയും ആ മക്കളുടെയും കൂടെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക.